പലതരത്തിലുള്ള റൈസ് റെസിപ്പീസ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ നമ്മളുടെ വയറിന് ഏറ്റവും നല്ലതും യോജിച്ചതുമായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു റൈസ് റെസിപ്പിയുണ്ട്, കേർഡ് റൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് കേർഡ് റൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറക്കരുതാത്ത മറ്റൊരു കാര്യം, വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ആദ്യം നമുക്ക് ഈ തൈര് ഒന്ന് അടിച്ചു വെക്കണം. നല്ല കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിലേക്ക് ഉപ്പിടാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇടാം. പക്ഷെങ്കിൽ ഞാനിതിന് പഞ്ചസാര ചേർക്കുന്നില്ല, ഓപ്ഷനിലാണ്, ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ച് ചേർക്കണം നമുക്ക്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് തൈര് വേണം ചോറിലേക്ക് ചേർക്കാൻ. ഉപ്പൊക്കെ ഈവനായിട്ട് എല്ലായിടത്തും ആകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തൈര് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ കേർഡ് റൈസിനോട് ബെസ്റ്റ് കോമ്പിനേഷനാണ് സ്റ്റിർ ഫ്രൈഡ് പൊട്ടാറ്റോ. ഈ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം. ഇനി നമുക്ക് ആദ്യം ആ തൈരും ചോറും കൂടെ മിക്സ് ചെയ്യണം. ഇതിൻ്റെ അളവൊക്കെ ഞാൻ തന്നേക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 5 കപ്പ് കുക്ക്ഡ് റൈസാണ്. ഇതിന് ഓവർ കുക്ക്ഡ് റൈസ് ആയാലും കുഴപ്പമില്ല, പരുവത്തിനായിട്ട് ഇത് വെന്തിട്ടുള്ളൂ, ഓവറായിട്ട് വെന്തിട്ടില്ല. ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന റൈസ് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ റൈസിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര്, അടിച്ചു വെച്ച തൈരില്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് പൊടിഞ്ഞ റൈസാണ് ഇഷ്ടമെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് മാഷാക്കി ഇളക്കിയാൽ മതി. നന്നായിട്ടൊന്ന് കുഴച്ച് വരട്ടി വെക്കണം നമുക്ക്. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇനി ഇതിന് നല്ലൊരു ടെമ്പറിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ തൈര് സാദം റെഡിയാണ്, അല്ലെങ്കിൽ കേർഡ് റൈസ് റെഡിയാണ്. തൈരിൻ്റെ അളവ് ഇച്ചിരി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. വയറൊക്കെ അപ്സെറ്റ് ആണെങ്കിൽ ബെസ്റ്റ് റെസിപ്പിയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ചോറിനകത്ത് നല്ല ഫ്ലേവർ വരും. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചാൽ ആ ചോറിന് നല്ല മല്ലിയിലയുടെ ഫ്ലേവർ കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഇങ്ങനെ കുഴച്ച് വെക്കണ്ട. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന് നമുക്കുള്ള കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുമ്പം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. ചൂടാകുന്ന ഉടനെ കടുകിടാം. അതിലേക്ക് ഉഴുന്ന് പരിപ്പ്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കൊച്ചുള്ളി, ഇതൊന്ന് കരിയാതെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറും മാറിപ്പോവും. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം നമുക്ക്. ഇഞ്ചി ഒരു പ്രധാന ഘടകമാണ്, പക്ഷെങ്കിൽ ഇഞ്ചി വലിയ കഷ്ണങ്ങളായിട്ട് ഇടരുത്. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി കരിയാൻ പാടില്ല, നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, അത്രമേ പാടുള്ളൂ. അതല്ലെങ്കിൽ കരിഞ്ഞ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് ടേസ്റ്റ് എല്ലാം പോവും. കണ്ടോ, നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, അത്രയും മാത്രം മതി. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തു. ഇതിലേക്ക് കറി ലീവ്സ് ഇടാം. കറി ലീവ്സ് ആദ്യമേ ഇട്ടാൽ അല്ലെങ്കിൽ ഫ്രൈഡ് ആയിപ്പോവും, അതുകൊണ്ടാണ് നമ്മൾ ഒടുവിലിടുന്നത്. പിന്നീട് വറ്റൽമുളക്, പിന്നെ അതിലേക്ക് കായം. അത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാലും മതി, ഒരു കുഴപ്പമില്ല, നല്ല സ്മെല്ലാവും. അപ്പോൾ നമ്മുടെ ടെമ്പറിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയും ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ തൈര് സാദം റെഡി. അപ്പോൾ നമുക്ക് തൈര് സാദത്തിനകത്തോട്ട് ഇതുകൂടെ ചേർക്കാം. നമ്മൾ കേർഡ് റൈസ് മിക്സ് ചെയ്ത് വെച്ചത് ഈ സമയം കൊണ്ട് നല്ല സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇപ്പം തയ്യാറാക്കി വെച്ച സീസണിങ് കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. വെജിറ്റേറിയൻസാണ് സാധാരണ കേർഡ് റൈസ് പ്രിഫർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഡിഷും വെജിറ്റേറിയൻ ആവുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി ചെയ്തത്. അപ്പോൾ നമ്മുടെ തൈര് സാദം റെഡിയാണ്. ഇതിനകത്തിനി മാതള നാരങ്ങ, ഒരല്പം മല്ലിയിലയും കൂടെ. മാതള നാരകമൊക്കെ ഫ്രഷായിട്ട് തന്നെ ഇടണം, അടുപ്പയിലിട്ട് വേവിക്കാനൊന്നും പാടില്ല. അത് ഫ്രഷായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ തൈര് സാദം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.